എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്പീരിയൻസ് ഇല്ലാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇൻ ഇലക്ട്രോണിക്സ്, പ്രൊബേഷണറി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് 200 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രൊബേഷണറി എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ തസ്തികയിൽ 150 ഒഴിവുകളാണുള്ളത്. ഈ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 25 വയസ്സാണ്. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബേസിക് പേ കൂടാതെ DA, HRA, കൺവെയൻസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതുമാണ്. പ്രൊബേഷണറി എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രൊബേഷണറി എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജനറൽ കാറ്റഗറിയിൽ 143 ഒഴിവും EWS കാറ്റഗറിയിൽ 35ഉം OBCയിൽ 94, SC 52, SC 26 അങ്ങനെ ആകെ 350 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി 25 വയസ്സാണ്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് നിയമിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/1/2025 ആണ്. ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് 1000 രൂപ പ്ലസ് GST ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. SC ST PWBD ESM കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അവയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതുമായ സമയം 10/1/2025 മുതൽ 31/1/2025 വരെയാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും ഫീസ് അടയ്ക്കേണ്ടതും. ഒരു തവണ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയില്ല. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് എക്സാം സെൻറ്റർ ആയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. എക്സ്പീരിയൻസ് ഇല്ലാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാനായി ഇതൊരു നല്ല അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.